Good morning, students. Today we are going to discussing about meaning and types of nonverbal communication. Nonverbal communication refers to gestures, facial expressions, tone of voice, eye contact, body language, postures, and other ways people can communicate without using language. Language ഉപയോഗിക്കാതെ ജസ്റ്റേഴ്സ് കൊണ്ടോ ഫേഷ്യൽ എക്സ്പ്രഷൻ കൊണ്ടോ ടോൺ ഓഫ് വോയിസ് കൊണ്ടോ ഐ കോണ്ടാക്റ്റ് കൊണ്ടോ ബോഡി ലാംഗ്വേജ് കൊണ്ടോ പോസ്ചർ കൊണ്ടോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. When you are interviewing for a job or participating in a meeting, your non-verbal communication is almost as important as your verbal response. അല്ലേ, നമ്മളൊരു ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒന്നാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ക്രോസ്ഡ് ആംസ് ക്യാൻ സീംസ് ഡിഫെൻസീവ്. Poor postures may appear unprofessional. A downward gaze or avoiding an eye contact can detract from you being seen as confident. നമ്മൾ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുമ്പോൾ നമ്മളിങ്ങനെ ക്രോസ് ആയിട്ട് കൈവച്ച് കഴിഞ്ഞാൽ അത് ഡിഫെൻസീവായിട്ട് പെർസീവ് ചെയ്യുന്നു. നമ്മളിങ്ങനെ ഒടിഞ്ഞു തൂങ്ങി പുവർ പോസ്ചർ ആണെങ്കിൽ അതിനെ അൺപ്രൊഫഷണലായിട്ട് പെർസീവ് ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ ഐ കോണ്ടാക്റ്റ് ഇല്ലെങ്കിൽ, കണ്ണിൽ നോക്കി സംസാരിച്ചില്ലെങ്കിൽ അതിനെ നമ്മുടെ കോൺഫിഡൻസ് ഇല്ലായ്മയായിട്ട് എന്ത് ചെയ്യുന്നു, പെർസീവ് ചെയ്യുന്നു. The non-verbal way is the most commonly used communication medium in the world. The non-verbal communication occurs without using any oral or written words. Instead of oral or written words, it relies on various non-verbal cues like physical movements, colors, signs, symbols, signals, charts, etc. to express feelings, attitude or information. അതായത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഒക്കർ ചെയ്യുന്നത് വിത്തൗട്ട് യൂസിങ് എനി ഓറൽ ഓർ റിട്ടേൺ വേർഡ്സ് ആണ്. അതിന് പകരം ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞു ഫിസിക്കൽ മൂവ്മെൻറ്റ്സ്, ജസ്റ്റേഴ്സ്, സിമ്പിൾസ്, അതൊക്കെയാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഫീലിങ്സും ആറ്റിറ്റ്യൂഡും ഒക്കെ ഇൻഫർമേഷനൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. Although non-word is used in non-verbal communication, it can effectively communicate many human feelings more accurately than verbal method of communication. വെർബൽ മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷനേക്കാളും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് ഒരുപാട് ഫീലിങ്സ് എഫക്റ്റീവായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ദെൻ ടൈപ്സ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. The non-verbal communication is the most commonly used communication medium in the world. Non-verbal communication occurs without using any oral or written words. Then types of non-verbal communication includes, first one, eye contacts. Eye contact an important channel of interpersonal communication, and it helps to regulate the flow of communication and it signals interest in others. ഐ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, അതായത് രണ്ടാളുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഐ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത്. ഈ ഐ കോണ്ടാക്റ്റിലൂടെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഫ്ലോയെ റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. മറ്റുള്ളവരിൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കാനും ഉണ്ടോ എന്ന് അറിയാനും നമുക്ക് ഏത് സഹായിക്കുന്നു, ഐ കോണ്ടാക്റ്റ് സഹായിക്കുന്നു. ദെൻ സെക്കൻഡ് വൺ, ഫേഷ്യൽ എക്സ്പ്രഷൻ. The face is an important communicator. It is commonly said that the face is the index of the mind. It expresses the type of emotions or feelings such as joy, interest, sorrow, anger, etc. അല്ലേ, ഫേസ് എന്ന് പറയുന്നത് വേറൊരു കമ്മ്യൂണിക്കേറ്ററാണ്. നമ്മൾ കോമൺ ആയിട്ട് പറയാറുണ്ട് മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന്. അല്ലേ, മുഖത്തിലൂടെ നമ്മുടെ ഇമോഷൻസും ഫീലിങ്സും ഒക്കെ എന്ത് ചെയ്യുന്നു, എക്സ്പ്രസ് ചെയ്യുന്നു. ജോയ്, ഇൻട്രസ്റ്റ്, സോറോ, ആങ്കർ, നമ്മൾ ഏത് ഫീലിങ്സ് ആണ് നമുക്കുള്ളത് നമ്മുടെ മുഖം എന്ത് ചെയ്യുന്നു, എക്സ്പ്രസ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ജസ്റ്റേഴ്സ്. ഇഫ് യു ഫെയിൽ ടു ജസ്റ്റർ വൈൽ സ്പീക്കിംഗ് യു മേ ബി പെർസീവ്ഡ് ആസ് ബോറിംഗ്, സ്റ്റിഫ് ആൻഡ് അൺആനിമേറ്റഡ്. ഹെഡ് നോട്ട്സ്, എ ഫോം ഓഫ് ജസ്റ്റർ, കമ്മ്യൂണിക്കേറ്റ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. Gestures are movement of the arms, legs, hands and head. അതായത് നമ്മൾ ഒരു സ്പീക്ക് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റേഴ്സ് ചെയ്യാൻ, ആംഗ്യങ്ങൾ കാണിക്കാൻ നമ്മൾ ഫെയിലായി കഴിഞ്ഞാൽ നമ്മളൊരു
ബോറിംഗ് സ്പീക്കറായിട്ട് എന്ത് ചെയ്യുന്നു, കണക്കാക്കപ്പെടുന്നു അല്ലേ. തല ഇങ്ങനെ ആട്ടുക, ഒരു ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ സ്റ്റുഡൻസ് ഇങ്ങനെ തലയാട്ടി കഴിഞ്ഞാൽ ദിസ് ഈസ് എ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. ദെൻ ജസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് ആംസ്, ലെഗ്സ്, ഹാൻഡ്സ് ആൻഡ് ഹെഡ്. അതെല്ലാം നമ്മളിങ്ങനെ മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ ജസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ പോസ്ചർ ആൻഡ് ബോഡി ഓറിയൻറ്റേഷൻ. You communicate numerous messages by the way you walk, talk, stand and sit. അതായത് നമ്മൾ നടക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഉള്ള നമ്മുടെ ബോഡി മാനറിസം അല്ലെങ്കിൽ പോസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ, സ്പീക്കിംഗ് വിത്ത് യു ബാക്ക് ടേൺഡ് ഓർ ലുക്കിംഗ് അറ്റ് ദ ഫ്ലോർ ഓർ സീലിംഗ് ഷുഡ് ബി അവോയ്ഡഡ്. ഇറ്റ് റിവീൽസ് യുവർ ഡിസ്ഇൻട്രസ്റ്റ് ഓർ ലാക്ക് ഓഫ് കോൺഫിഡൻസ്. അതായത് നമ്മൾ മറ്റൊരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ പുറകിലേക്ക് തിരിഞ്ഞ് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഫ്ലോറിലേക്ക് നോക്കി സംസാരിക്കുന്നു, അല്ലെങ്കിൽ സീലിങ്ങിലേക്ക് നോക്കി സംസാരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവോയ്ഡ് ചെയ്യണം. കാരണം അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ഡിസ്ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് അതെന്ത് ചെയ്യുന്നത്, റിവീൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പോസ്ചറിന് അല്ലെങ്കിൽ നമ്മുടെ ബോഡി മാനറിസത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. നെക്സ്റ്റ് വൺ, ബോഡി ലാംഗ്വേജ്. ബോഡി മൂവ്മെൻറ്റ് ക്യാൻ കൺവേ മീനിങ്സ് ആൻഡ് മെസ്സേജസ്. ഇറ്റ് മേ ടേക്ക് ടു ഫോംസ്, അൺകോൺഷ്യസ് മൂവ്മെൻറ്റ് ആൻഡ് കോൺഷ്യസ് മൂവ്മെൻറ്റ് അല്ലേ. ബോഡി മൂവ്മെൻറ്റ്, നമ്മുടെ ബോഡി മൂവ്മെൻറ്റും മെസ്സേജസ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. രണ്ട് തരത്തിലുള്ള ബോഡി മൂവ്മെൻറ്റ് ഉണ്ട്, കോൺഷ്യസ് ബോഡി മൂവ്മെൻറ്റ് ആൻഡ് അൺകോൺഷ്യസ് ബോഡി മൂവ്മെൻറ്റ്സ്. വെൻ എ പേഴ്സൺ ഈസ് നെർവസ് ഹി മേ ബൈറ്റ് ഹിസ് നെയിൽസ്. ദിസ് യൂഷ്വലി എ അൺകോൺഷ്യസ് മൂവ്മെൻറ്റ്. അതായത് നമ്മൾ നെർവസ് ആയി കഴിയുമ്പോൾ ചില ആളുകൾ അവരുടെ നെയിൽ കടിക്കാറുണ്ട്. അത് ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ളൊരു ബോഡി മൂവ്മെൻറ്റാണ്. അല്ലെങ്കിൽ ലേണിംഗ് ഫോർവേഡ് ദ സ്പീക്കർ ടു എക്സ്പ്രസ് ഇൻട്രസ്റ്റ് ഈസ് ദ കേസ് ഓഫ് കോൺഷ്യസ് മൂവ്മെൻറ്റ്. അതായത് ഒരു നല്ലൊരു ക്ലാസ് കേൾക്കുമ്പോൾ ആ ഒരു സ്പീക്കറെ നന്നായി ലിസൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒന്നുകൂടി ഇങ്ങനെ മുൻപിലേക്ക് ഇങ്ങനെ ചാഞ്ഞിരിക്കുക. അത് നമ്മുടെ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ബോഡി മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ബോഡി മൂവ്മെൻറ്റിന് എന്ത് ചെയ്യാൻ സാധിക്കും? മെസ്സേജ് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ, സ്പേസ് ആൻഡ് ഡിസ്റ്റൻസ്. എ സ്പേഷ്യസ് ആൻഡ് വെൽ ഡെക്കറേറ്റഡ് റൂം ഇൻഡിക്കേറ്റ് എ പേഴ്സൺസ് പൊസിഷൻസ് ഇൻ ദി organization and external people get a message about his importance in the organization. And distance express the degree of intimacy and individual acceptance. അല്ലേ, ഒരു സ്പേസ് ആൻഡ് ഡിസ്റ്റൻസ് ആണ് പറയുന്നത്. ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വെൽ ഡെക്കറേറ്റഡ് ആയിട്ടുള്ള റൂം നമുക്ക് ഓർഗനൈസേഷനിൽ ഉണ്ടെങ്കിൽ ആ റൂം തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ആ ഒരു ഓർഗനൈസേഷനിലുള്ള ഇമ്പോർട്ടൻസ് എത്രത്തോളം ആണെന്ന് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും. മീൻസ് അത് അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഡിഗ്രി ഓഫ് ഇൻറ്റിമസി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആക്സെപ്റ്റൻസ് ആണ് സൂചിപ്പിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, പ്രോക്സിമിറ്റി. ഇൻക്രീസിങ് പ്രോക്സിമിറ്റി എനേബിൾസ് യു ടു മേക്ക് ബെറ്റർ ഐ കോണ്ടാക്ട്. അല്ലേ, ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് ഇൻക്രീസിങ് പ്രോക്സിമിറ്റി ആണെങ്കിൽ നമുക്ക് വളരെ നന്നായിട്ടുള്ള എന്ത് കിട്ടുന്നു, ഐ കോണ്ടാക്റ്റ് കിട്ടുന്നു. ദെൻ പാരാലിംഗ്വിസ്റ്റിക്. It includes vocal elements such as tone, pitch, rhythm, etc. That means modulation of sound. അതായത് ഒരു സ്പീച്ച് നടക്കുന്നതിനിടയ്ക്കൊക്കെ നമ്മുടെ സൗണ്ട് മോഡുലേറ്റ് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ പാരാലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്നത്. ഒരു സ്പീക്കർ ഒരേ ടോണിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതെന്തായിട്ട് ഫീൽ ചെയ്യും, ഒരു ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. അതേസമയം ഇടയ്ക്കൊരു ഒന്ന് ഉയർത്തി പറയുന്നു, താഴ്ത്തി പറയുന്നു, അങ്ങനെ ഒരു മോഡുലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു സ്പീച്ച് എന്ന് പറയുന്നത് എന്തായി മാറും, ഇൻട്രസ്റ്റിംഗ് ആയി മാറും. ദെൻ നെക്സ്റ്റ്, ഹ്യൂമർ. യു ഷുഡ് ഡെവലപ്പ് ദ എബിലിറ്റി ടു ലാഫ് അറ്റ് യുവർ സെൽഫ് ആൻഡ് എൻകറേജ് അതേഴ്സ് ടു ഡു ദ സെയിം. അല്ലേ, ചിരിക്കാനുള്ള കഴിവ് നമുക്കും അതുണ്ടായിരിക്കണം, മറ്റുള്ളവരെ അത് ഡെവലപ്പ് ചെയ്യാൻ എൻകറേജ് ചെയ്യുകയും വേണം. നെക്സ്റ്റ്, ടച്ച്. By touching, one can express a wide range of emotions. However, the accepted mode of touching vary depending on gender, age, intimacy and cultural background of the persons. അല്ലേ, ഒരു ടച്ചിലൂടെ നമുക്ക് ഒരുപാട് ഫീലിങ്സ് എന്ത് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ ഒരു ടച്ച് എന്ന് പറയുന്നത്, അതിൻ്റെ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് വാരി.
ഡിപ്പെൻഡിങ് ഓൺ ജെൻഡർ, ഏജ്, ഇൻറ്റിമസി ആൻഡ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്. ഈ ഒരു കാര്യത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ ടച്ച് എന്ന് പറയുന്നത് എന്താണ്, വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ദെൻ നെക്സ്റ്റ് സൈലൻസ്. സൈലൻസ് ഈസ് എ പവർഫുൾ ടൂൾ ഫോർ കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് മേ ഹാവ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് മീനിങ്. സൈലൻസ് ആണ് അടുത്തൊരു കമ്മ്യൂണിക്കേഷൻ മീഡിയം അല്ലെങ്കിൽ നോൺ വെർബൽ ഫോം എന്ന് പറയുന്നത്. ഒരു സൈലൻസിന് നെഗറ്റീവ് മീനിങ് ഉണ്ടായിരിക്കാം, പോസിറ്റീവ് മീനിങ് ഉണ്ടായിരിക്കാം. ഇൻ എ ക്ലാസ് റൂം സൈലൻസ് ഇൻഡിക്കേറ്റ് ദാറ്റ് സ്റ്റുഡൻസ് ആർ ലിസണിങ് കെയർഫുള്ളി. ഒരു ക്ലാസ് റൂമിൽ ഉള്ള സൈലൻസ് ആണെങ്കിൽ എന്താണ് അതിന് മീൻ ചെയ്യുന്നത്, കുട്ടികളെല്ലാം വളരെ കെയർഫുള്ളായിട്ട് ലിസൺ ചെയ്യുന്നതാണ്. ഇൻ ദ സെയിം വേ ത്രൂ സൈലൻസ് വൺ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഹിസ് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്. അല്ലേ, രണ്ടാളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തി മിണ്ടാതിരിക്കുകയാണെങ്കിൽ അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ദെൻ നെക്സ്റ്റ് പേഴ്സണൽ അപ്പിയറൻസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഡ്രസ്, ഹെയർ, ജ്വല്ലറി, മേക്കപ്പ് ആൻഡ് സോ ഓൺ. അല്ലേ, ഒരു വ്യക്തിയുടെ പേഴ്സണൽ അപ്പിയറൻസും ആ വ്യക്തിയെക്കുറിച്ച് നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു, മെസ്സേജ് പ്രൊവൈഡ് ചെയ്യും. ദെൻ സിമ്പിൾ. എ സിമ്പിൾ ഈസ് സംതിങ് ദാറ്റ് റെപ്രസെൻറ്റ് ആൻ ഐഡിയ, എ physical entity or process. The purpose of symbol is to communicate meaning. അല്ലേ, ഒരു സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സിമ്പിൾ ആയിക്കോട്ടെ, ആ സിമ്പിളിൻ്റെ എന്താ പറയുക, ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ട്രെയിൻ വരുമ്പോൾ ഒരു ചുവന്ന ക്ലോത്ത് കാട്ടിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം സ്റ്റോപ്പ് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് സിമ്പിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Okay, today we are discussing about meaning of non-verbal communication and the types of non-verbal communication. In the next class, we will discussing about the importance of non-verbal communication, advantages and disadvantages of non-verbal communication. Okay, thank you.